നമ്മൾ ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ജോലിയില്ലേ, ജോലി കിട്ടിയില്ലേ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലേ എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ ചുറ്റുമുള്ള ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒരു ഫ്രഷറായ ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് നമ്മളെ ചുറ്റുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാം. ജസ്റ്റ് നമുക്ക് കറക്റ്റ് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നോക്കാം വൈ അപ്സ്കില്ലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബിടെക് ഫ്രഷേഴ്സ്. അതാണ് എൻ്റെ ടോപ്പിക്ക്. ഈ പറയാനുള്ള ടോപ്പിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഞാൻ ഫേസ് ചെയ്ത അതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും നിങ്ങളിപ്പം, അതായത് ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ബിടെക് ഫൈനൽ ഇയർ കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം മാർക്കിലൊക്കെ ക്വാളിഫൈ ആയി, നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ജോലി മാത്രം നിങ്ങൾ മുമ്പിൽ എത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്ത ജോലി മാത്രം കിട്ടിയില്ല. നിങ്ങളിപ്പോൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ ആളുകളാണ്. പക്ഷേ നിങ്ങൾക്ക് ജോബ് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് IT ജോബ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ഫീൽഡിലേക്ക് ജോബ് കിട്ടുന്നില്ല. ഇതായിരിക്കും ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. അവിടെ സിറ്റുവേഷൻ എങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, നമ്മളൊരു ഫ്രഷർ ആണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു CV വേണം. ബയോഡാറ്റ, റെസ്യൂമെ, CV ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ എന്താണെന്ന് നിങ്ങളുടെ പേപ്പർ, അതായത് നിങ്ങളുടെ ഒരു ബയോഡാറ്റ ബാക്കിയുള്ളവരോട് സംസാരിക്കണം. ആ രീതിയിലാണ് നമ്മൾ CV പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ബിടെക് കംപ്ലീറ്റ് ആയി, നിങ്ങളുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് എഴുതി നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരേണ്ടത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ 4 വർഷത്തെ ബിടെക് സ്റ്റഡീന് ഇടയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും സ്കില്ലുകളോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് നമ്മളിപ്പം എന്തെങ്കിലും ആർട്സ് ഫെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ റോൾ എന്തായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ റെസ്യൂമിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ജോബിനായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഓൾറെഡി ലൈഫിനകത്ത് ഈ 4 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അത് ഓരോ ജോബിനും അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് നിങ്ങളുടെ CVയിൽ ഉണ്ടാവണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബ്, ഇപ്പോൾ നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ആണെങ്കിൽ പോലും കോളേജിൽ ആ കമ്പനി എന്താണെന്ന് നോക്കുക, കമ്പനീൻ്റെ പ്രിപ്പറേഷൻ, അതായത് കമ്പനീൻ്റെ മെയിൻ പോയിൻറ്റ്സ്, അതായത് മെയിൻ ഏരിയാസ് ഓഫ് വർക്കിംഗ്, അതായത് എവിടെയാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉള്ളത്, അവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു 4 വർഷത്തെ ഈ ഒരു ബിടെക് സ്റ്റഡീനകത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ CVനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. CVൻ്റെ അകത്ത് കറക്റ്റ് പോയിൻറ്റ്സുകളും കാര്യങ്ങളും ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ CV സംസാരിക്കുന്ന രീതിയിലേക്ക് മാറ്റണം. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ ആ 10 വേക്കൻസിയിൽ അത് 1000കണക്കിന് റെസ്യൂമേഴ്സാണ് വരാൻ പോകുന്നത്, CVസാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവരും ഓൺലൈൻ ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പം ചില കീവേഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ സ്ക്രൂട്ടൻ ചെയ്യുക. അതായത് ഇത്ര നമുക്ക് വേണ്ട 1000ൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഒരു ഫൈനൽ 100 CVs എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് അവർ നോക്കുന്നത് ചില കീവേഡ്സ് വെച്ചിട്ടായിരിക്കും. ആ കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ, നമുക്ക് ഓൾറെഡി നമ്മൾ ഫ്രഷറാണ്, നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പലരും ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഈ കീവേഡ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ CV സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ബന്ധം വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണ്? ഹൗ ടു പ്രിപ്പയർ എ CV വിച്ച് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ പറയാൻ കാരണം അതാണ്, ഒരു CVൻ്റെ അകത്താണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു CV ഉണ്ടാക്കി വെച്ചു, ആ CV തന്നെ എല്ലാ ജോബിനും അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ആ CV നിങ്ങളൊരു CV ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, ഹോബി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഒരു CV എടുത്തു. പക്ഷേ നിങ്ങൾ വളരെ റെയറായുള്ള കേസിൽ മാത്രമായിരിക്കും ഏതെങ്കിലും കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷേ ഓരോ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ആ കമ്പനീൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങളുടെ CV ഒന്ന് മോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് ഹൗ ടു ഗെറ്റ് സെലക്റ്റഡ് ആൻ ഇൻ്റർവ്യൂ. ഈ CV ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടും. ഫസ്റ്റ് സ്റ്റേജ്, അതായത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളുടെ CV പോകണം. ഒരു ജോബ് ആപ്ലിക്കേഷൻ, അതിപ്പം പല സൈറ്റുകളുണ്ട്, ഇൻഡീഡ് പോലെ, അല്ലെങ്കിൽ പല ജോബ് സൈറ്റുകൾ, shine.com, നൗക്കറി പോലത്തെ ഒരുപാട് സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ അവർ വെരിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അവർക്ക് ആപ്റ്റാണോ നോക്കുന്നത് നിങ്ങളുടെ CV വെച്ചായിരിക്കും. ആ CV കറക്റ്റ് ആണെങ്കിൽ, ആ CVയിലെ കീവേഡ്സും പോയിൻറ്റ്സും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും, അല്ലേ? ഇൻ്റർവ്യൂവിന് വിളിക്കും. ഈ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എക്സ്പീരിയൻസ്. നമ്മളൊരു ഫ്രഷറാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ, നിങ്ങൾ ഇതിന് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ, ഈ ഒരു ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി കിട്ടും, അല്ലേ? ഇവിടെയാണ് സ്കില്ലിങ്ങിൻ്റെ ഒക്കെ കേസ് വരുന്നത്.
എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഇപ്പോൾ മെക്കാനിക്കലോ അല്ലെങ്കിൽ സിവിലോ കഴിഞ്ഞിറങ്ങിയ പുറത്തിറങ്ങുന്ന ആൾ നമ്മളിപ്പം ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ സാലറിയിൽ ഇപ്പോൾ 5,000 രൂപ 10,000 രൂപ 15,000 രൂപ വരെ സാലറിയിൽ പല സ്ഥലത്തും നമ്മൾ പോയി ജോലി ചെയ്യും. അതായത് നമ്മൾ ഇമാജിൻ ചെയ്തൊരു ജോലി ആയിരിക്കില്ല. അതായത് ബിടെക് കഴിഞ്ഞ് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോബുണ്ട്. ആ ജോബ് അല്ലാതെ വളരെ ലോ ഗ്രേഡിൽ, അതായത് നമുക്ക് IT അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ ചെയ്യേണ്ട അതേ ടൈപ്പുള്ള ജോബിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആ ജോലി ചെയ്യാറുണ്ട് അല്ലേ? ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പ് സ്കില്ലിങ്. എങ്ങനെയാണിത് സൊല്യൂഷനിലേക്ക് എത്തുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹൗ ടു ഗെറ്റ് ക്ലോസ് ടു റിയൽ ടൈം ഇൻഡസ്ട്രി. ഈ ഒരു അതായത് റിയൽ ടൈം ഇൻഡസ്ട്രി, അതായത് ഇപ്പോൾ വർക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും 1980s അല്ലെങ്കിൽ 90s ആ സമയത്തുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മെഷീൻസിനെ കുറിച്ചൊക്കെ പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിസംസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതൊക്കെ പഴയ മെക്കാനിസംസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിലകത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ പറ്റിയൊന്നും നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചത് നമ്മളെ തിയറിറ്റിക്കൽ എക്സ്പീരിയൻസും കാര്യങ്ങളും. അപ്പം റിയൽ ടൈം ഇൻഡസ്ട്രി ആയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടാവും. അതായത് റിയൽ ടൈം ഇൻഡസ്ട്രി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും, അതായത് അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവയർനെസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റും. പല ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും പല കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂ ആണ്. കാരണം അവർക്ക് നമ്മൾ ഒരു ക്യാമ്പസ് ലൈഫിൻ്റെ അകത്ത് നിന്ന് മാറി ഒരു ഇൻഡസ്ട്രീൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും ബേസ് ലെവലുള്ള പല സൈറ്റുകളിലോ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് സൈറ്റ് സൂപ്പർവൈസറായിട്ടൊക്കെ ജോലി ചെയ്യേണ്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കമ്പനി പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ വെയർ ഹൗസിലൊക്കെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും. ആ സൈറ്റ് ഇൻഡസ്ട്രി ആയിട്ടൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ ഗ്രോ ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ്. അതായത് പലരും ഒരു 100 പേര് പോകുന്നുണ്ടെങ്കിൽ അതിലൊരു 10 പേര് ചിലപ്പം ഹയർ പോസ്റ്റിലേക്ക് കയറി പോകും. ബാക്കിയുള്ള വേറൊരു കമ്പനിയിൽ ഇതേ പോസ്റ്റിലേക്ക് തന്നെ മാറിക്കൊള്ളും. അതായത് സ്വിച്ചിങ് നടക്കുന്നുണ്ട്, പക്ഷേ കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ റിയൽ ടൈം ഇൻഡസ്ട്രി എക്സ്പീരിയൻസിൻ്റെ ഒരു ലാക്ക് ഉണ്ടാവും, അതായത് ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്. പിന്നെ ഹൗ ടു മേക്ക് കണക്ഷൻസ് ടു ഇൻഡസ്ട്രി എക്സ്പേർട്സ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇവിടെ CV പല കീ പോയിൻറ്റ്സ് വെച്ചില്ല കീവേഡ്സ് വെച്ചിട്ടാണ് പലരും റിക്രൂട്ടേഴ്സ് നിങ്ങളുടെ CV സെലക്ട് ചെയ്യുന്നത്. ആ കീ പോയിൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് കണക്ഷൻസ് വേണം അല്ലേ? ആ എക്സ്പേർട്സ് ആയിരിക്കും, അവർക്കറിയാം. കാരണം ഒരു വലിയൊരു കമ്പനി, ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്ററിയിൽ നോക്കുകയാണെങ്കിൽ CBG ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ അപ്പ് സ്കില്ലിംഗ് കോഴ്സസൊക്കെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം, അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആളുകളെ കിട്ടാതായപ്പോഴാണ് നമ്മൾക്ക് വേണ്ടി ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് അതുപോലെ തന്നെ MEP കോഴ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സുകളൊക്കെ നമ്മൾക്ക് ലോഞ്ച് ചെയ്ത് തന്നത്, അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവർക്ക് തന്നെ വേണം, ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവരുടെ കണക്ഷനിലുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനീസും കുറേ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, ഖത്തറിലുണ്ട്, സൗദിയിലുണ്ട്. അപ്പോൾ ഇത്രയും കൺട്രീസിലൊക്കെ വരുന്ന സമയത്ത് ഇതല്ലാതെ പല കൺട്രീസിലും നമുക്ക് പ്ലേസ്മെൻറ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കണക്ഷൻസ്, അപ്പം ഇവരുടെ റിക്വയർമെൻറ്റ് പറയാം, എനിക്കൊരു എന്താ പറയുക ഒരു 10 QS എഞ്ചിനീയേഴ്സിനെ വേണം, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള രീതിയിൽ അവരിങ്ങോട്ട് റിക്വയർമെൻറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ചോദിക്കുമ്പോൾ ആ റിക്വയർമെൻറ്റിനകത്തേക്ക് ആപ്റ്റായിട്ടുള്ള സ്റ്റുഡൻസിനെ ഇവരുടെ കണക്ഷൻസിലുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ CV ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എക്സ്പേർട്സ് ആയിട്ടുള്ള കണക്ഷൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫൈലൊക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഇതുപോലെ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് നല്ല പ്രൊഫൈൽ കണക്ഷൻസ് ഉണ്ടാക്കിക്കുക. അതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഒരു 10 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1-2 നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അന്ന് പിന്നെയും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന മൊമെൻറ്റ് ആ ഒരു പോർഷനാണ്. അവിടെ തന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിലേക്ക് കയറി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്ര വളരെ എളുപ്പമാവും. ഓക്കെ, ഹൗ ടു ഗെറ്റ് കോർ എഞ്ചിനീയറിംഗ് ജോബ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലെ ജോലി ചെയ്യാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്, കോർ ഫീൽഡിൽ തന്നെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പേ QS കോഴ്സ് നമ്മൾ തുടങ്ങിയത്, ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് തുടങ്ങി സിവിൽ എഞ്ചിനീയേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. 230-ലധികം പ്ലേസ്മെൻറ്റ്സാണ് ഇപ്പോൾ ആയത്. 230-ലധികം പ്ലേസ്മെൻറ്റ്സ് ഒരു വിത്തിൻ 1 ഇയർ. ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും എന്താ പറയുക പ്ലേസ്മെൻറ്റ്സ് അല്ല ഇത്രയും റിക്വയർമെൻറ്റ് മാർക്കറ്റിലുണ്ട്. കാരണം നമുക്ക് ചുറ്റുമൊന്ന് നോക്കിയാൽ മതി, ഇന്ത്യയിലിപ്പം നോക്കുന്ന സമയത്ത് എത്ര സിറ്റീസ്, മെഗാ സിറ്റീസ് ഉണ്ടായി വരുന്നുണ്ട്. അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനീസ് വരുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ കമ്പനീസിനകത്ത് ഏറ്റവും കൂടുതൽ റിക്വയർമെൻ്റ് ഉള്ള എഞ്ചിനീയേഴ്സാണ് QS എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ MEP എഞ്ചിനീയേഴ്സ്. MEP മെക്കാനിക്കൽ ഡിസൈനേഴ്സ് ഉണ്ടാവും, HVAC ഒക്കെ ഉണ്ട്, ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, അതിനാണ് മെക്കാനിക്കൽ ഡിസൈൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിസൈനേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാ കൺസ്ട്രക്ഷൻ മേഖല എവിടെ ഉണ്ടോ അവിടെയൊക്കെ
ഈ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ജോബ് വേറെ IT ഫീൽഡിൽ പഠിച്ച ആളുകൾക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പേഴ്സണായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കോർ ഫീൽഡ് ജോബുകൾ മാത്രം. ഓക്കെ, അതുകൊണ്ട് തന്നെ കോർ ഫീൽഡുകൾ ജോബ് ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ആ ഐഡൻറ്റിഫൈ ചെയ്ത ജോബിന് ഇനി പ്രയത്നിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ വൈ യു ഷുഡ് ചൂസ് എൻട്രി അപ്സ്കില്ലിംഗ് കോഴ്സ്. ഇതാണ് എൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ. എന്തിനാണ് നിങ്ങൾ എൻട്രിയിൽ അപ്സ്കില്ലിംഗ് കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വിത്തിൻ 1 ഇയർ QSൻ്റെ അകത്ത് 200 രൂപയിലധികം പ്ലേസ്മെൻറ്റ്സ് വന്നു. MEPൻ്റെ അത് 4-5 പ്ലേസ്മെൻറ്റ്സ്. MEP ഡിസൈൻ കോഴ്സ് തുടങ്ങി 2-3 മാസമായിട്ടുള്ളൂ. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്ലേസ്മെൻറ്റ്സ് വരാൻ കാരണം, എന്തുകൊണ്ടാണ് ഇത്രയും റിക്വയർമെൻറ്റ്സ് നമ്മൾ കോർ ഫീൽഡിൽ കിട്ടാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കൺസ്ട്രക്ഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് ഓരോ സ്ഥലങ്ങളിലും, അതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൗദിയിലൊക്കെ ഒരു വലിയ വലിയ മെഗാ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഈ പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ സ്റ്റുഡൻസിനെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 200 രൂപയിലധികം ആളുകൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആണ് നമുക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ QS ആണെങ്കിലും MEP ആണെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലും. ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പല കോഴ്സസ് ഉണ്ട്. NDT ലെവൽ 2 കോഴ്സസ്, അതുപോലെ സേഫ്റ്റി കോഴ്സസ്, ലിഫ്റ്റ് ടെക്നോളജി, പല ടൈപ്പ് കോഴ്സസ് ഉണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ്. പക്ഷേ നമ്മുടെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിനകത്ത് ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജിനകത്ത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അതായത് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഏത് ഫീൽഡിലേക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അതാണ് വലിയൊരു മൊഡ്യൂൾ വൈസുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് വരുന്നത്. ഓക്കെ, വളരെ തുച്ഛമായ ഫീസുകൾ ഇതിനൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ പുറത്തൊരു ഇൻഡസ്ട്രിയിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ എന്തുകൊണ്ടെന്ന് വൈ യു ചൂസ് എൻട്രി അപ്സ്കില്ലിംഗ്. BTech ഗ്രാജുവേറ്റ്സ് ആയ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് കോർ ഫീൽഡ്, നമ്മൾ പറയുന്ന കോർ ഫീൽഡാണ് ഇതൊക്കെ. ബാക്കി CS ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ CS ഒക്കെ വരുന്നതാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഡാറ്റ സയൻസോ അല്ലെങ്കിൽ പല ജോബ് സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ജോബ് സീക്കേഴ്സും ഉണ്ട്. ഓക്കെ, ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നേരെ മറിച്ച് കോർ ഫീൽഡിൽ നിന്നൊരാൾ, ഞാനൊക്കെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കോർ ഫീൽഡിൽ ജോലി ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ടീച്ചിങ് ഒരു പാഷനായി മാറിയപ്പോഴാണ് എൻട്രിയിലേക്ക് കയറിയത്. ടീച്ചിങ്, അതായത് നമ്മൾ ആക്സിഡൻ്റലി ടീച്ചിങ്ങിലേക്ക് എത്തിയതാണ്. പക്ഷേ ടീച്ചിങ് കാരണം ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ്ങിൽ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു എൻട്രിയിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മെയിനായിട്ട് വരുന്ന 3 കോഴ്സസാണ് MEP, QS, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാപ്പ്, അതായത് ഫ്രഷർ എന്നുള്ള ഗ്യാപ്പ് ഒഴിവാക്കുക. നിങ്ങളൊരു സ്കിൽഡ് പേഴ്സണായി എങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതാണ് നമ്മുടെ ഈ ഒരു സ്കില്ലിംഗ് കോഴ്സിൻ്റെ ഗുണം. അതായത് ഒരു BTech ഫ്രഷർ ആണെങ്കിൽ ആ ഒരാൾക്ക് എങ്ങനെ ഇൻഡസ്ട്രിയിലെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഇപ്പം എക്സ്പീരിയൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ CV പ്രിപ്പറേഷനിലെ ലാക്ക് ഓഫ് CV പ്രിപ്പറേഷൻ, പിന്നെ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള കണക്ഷൻസ്, പിന്നെ അതുപോലെ റിയൽ ടൈം എക്സ്പീരിയൻസ്, ലൈവ് പ്രൊജക്റ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ഒറ്റ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സ്ട്രഗിളൊക്കെ ഓവർകം ചെയ്തിട്ട് ഫൈനലി നിങ്ങൾക്കൊരു കമ്പനി സെലക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക. അതാണ് എൻട്രി ഇൻ അപ്സ്കില്ലിംഗ് കോഴ്സ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ആ കോഴ്സിനകത്ത് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ CV പ്രിപ്പറേഷനും HR സെഷനും എങ്ങനെ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യാം, അതാണ് നമ്മളെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവുക. എങ്ങനെ നിങ്ങളുടെ CVനകത്ത് എന്തൊക്കെ കീ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം, ഈ കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ്സ് ഉണ്ടാവുക. രണ്ടാമത്തത് HR ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ 2 പോയിൻറ്റ്സ്, CV പ്രിപ്പറേഷനും ഇൻ്റർവ്യൂവും രണ്ടും കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് വർക്ക് എക്സ്പീരിയൻസ്, ലൈവ് പ്രൊജക്റ്റ്, അതായത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഓൺ ഗോയിങ് ആയിട്ടുള്ള ലൈവ് പ്രൊജക്റ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് എടുക്കുന്നത്. ആ ക്ലാസ്സസിൻ്റെ അകത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് തരും. ഈ അസൈൻമെൻറ്റ്സ് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു പ്രൊജക്റ്റ് ആയിരിക്കും. ആ പ്രൊജക്റ്റ്, അതായത് ഇപ്പോൾ MEP ഡിസൈൻ ആണെങ്കിൽ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഡിസൈൻ, അതായത് ഇപ്പോൾ ഓൾറെഡി ഖത്തറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനീസിൻ്റെ അകത്തുള്ള ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് തരിക. ആ ഡിസൈൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക അസൈൻമെൻറ്റ് പോലെ വെക്കണം. അതായത് ആ പ്രോസസ്സ് മൊത്തം ചെയ്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഈ സബ്മിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മെൻറ്റർ സപ്പോർട്ട് അവിടെ ഉണ്ടാവും. മെൻറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഇപ്പോൾ QSൻ്റെ കേസാണെങ്കിലും MEPൻ്റെ കേസാണെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കേസാണെങ്കിലും ഈ പ്രൊസീജിയറൊക്കെ സെയിം ആണ്. അതായത് ആദ്യം CV പ്രിപ്പറേഷൻ ഉണ്ടാവും, പിന്നെ HR സെഷൻ ഉണ്ടാവും, പിന്നെ ലൈവ് പ്രൊജക്റ്റിൽ അതുള്ള വർക്ക് എക്സ്പീരിയൻസ്, അവിടെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആവും. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു ലൈവ് പ്രൊജക്റ്റാണ്. അത് നിങ്ങളുടെ CVനകത്ത് ഉൾപ്പെടുത്താനും പറ്റും. ഈ ലൈവ് പ്രൊജക്റ്റ് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും.
ഓക്കെ, ടെക്നിക്കലി നിങ്ങൾ എത്ര നോളജിനുള്ള ആളാണെന്ന് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ കോഴ്സിൽ ഇത്രയും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് കാണാൻ കാരണം. മനസ്സിലായോ? വിത്തിൻ 1 ഇയർ 230+ പ്ലേസ്മെൻറ്റ്സ് ആവാൻ കാരണം. ഓക്കെ, ഇവിടെ പറയുകയാണെങ്കിൽ ഗൈഡൻസ് വൺ ലൈവ് വർക്ക്ഷോപ്പ് ഫ്രം 20 years എക്സ്പീരിയൻസ് പ്രൊഫഷണൽ. QSലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷെഫീസ് സാറൊക്കെ 20 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ജുവേർ സാറൊക്കെ 12 വർഷത്തിന് മേലെ, 15 വർഷത്തിന് മേലെ, 7 വർഷത്തിന് മേലെ ആളുകളൊക്കെയാണ് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ എക്യുപ് വിത്ത് സ്റ്റുഡൻസ് വിത്ത് ദ നെസസറി സ്കിൽസ് നോളജ് ട്രൈ ടു ഇൻ ദ ഡൈനാമിക് ഫീൽഡ് ഓഫ് MEP ഡിസൈൻ, QS ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ്. അതായത് ഇപ്പം കറൻ്റ്ലി ആ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ്. അതായത് റിയൽ ടൈം ഓൺ ഗോയിങ് ആയിട്ടുള്ള വർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ്സസ് എടുക്കുന്നതും നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തീം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കറക്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്നത് ചിലപ്പോൾ ഒരു 10-20 വർഷം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബുക്ക് വഴി നിങ്ങൾ തിയററ്റിക്കലി പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റിയൽ ടൈം ഇപ്പം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലൈവ് പ്രോജക്റ്റിലാണ് നിങ്ങൾ പണിയെടുക്കുന്നത് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലൈവായിട്ട് നിങ്ങളുടെ നോളജിനകത്തേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടുപഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഒരു റിഫ്രഷ് ചെയ്ത് ആൻസേഴ്സ് പറയാൻ പറ്റും. ഓക്കെ, ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ഇൻ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് BTech കഴിഞ്ഞു, നിങ്ങൾക്ക് തിയററ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഇല്ലായ്മ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, equip with the students with the skill that sought after the employees, increasing their chance of landing their desired jobs in the core field ജോബ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഹെൻറിയുടെ അപ്സ്കില്ലിംഗ് കോഴ്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ആ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുക്കാം. ആ ഫോമിന് അത് നിങ്ങളുടെ ഫീൽഡ് ഏതാണ്, അതായത് മെക്കാനിക്കലാണെങ്കിൽ നിങ്ങൾ MEP ഡിസൈൻ മെക്കാനിക്കൽ ചൂസ് ചെയ്യുക, ഇലക്ട്രിക്കലാണെങ്കിൽ MEP ഡിസൈൻ ഇലക്ട്രിക്കൽ ചൂസ് ചെയ്യുക. ഇവർക്ക് തന്നെ വേണമെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ചൂസ് ചെയ്യാൻ പറ്റും. ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിനകത്ത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ ആളുകൾ അത്യാവശ്യം ശരീരം ഫിസിക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ചൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരുന്നുണ്ട്, ഒരുപാട് ലാർജ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈവൻ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കൊല്ലത്തൊക്കെ പുതിയൊരു ഓയിൽ റിസർവോയറൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഈ ഓയിൽ ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് കവർ ചെയ്യാനുള്ള. നമ്മൾ കുഴിച്ചെടുക്കുന്ന റിഗ് മുതൽ അത് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് റിഫൈനറീസ്, ഈ റിഫൈനറീസും കഴിഞ്ഞിട്ടാണ് നമ്മുടെ പെട്രോൾ പമ്പിലേക്ക് എത്തുന്നത്. ഒരു 3 സ്ട്രീമുണ്ട്, അപ്പ് സ്ട്രീം, മിഡിൽ സ്ട്രീം, ലോ സ്ട്രീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 സ്ട്രീമും കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു വലിയൊരു ഏരിയ ഉണ്ട്. ഈ വലിയൊരു ഏരിയയ്ക്ക് ആപ്റ്റായുള്ള ഒരു സിലബസ് കവറേജ് ആണ് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ QS. അപ്പോൾ നാളെ താഴെ ഞാൻ കൊടുക്കുന്ന ഫോമിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ QS നോക്കുക. QS അല്ലാതെ ആഡ് ഓൺ കോഴ്സസ് ഇനിയും വരുന്നുണ്ട് ഭാവിയിൽ. അപ്പോൾ നമ്മൾ ആഡ് ഓൺ കോഴ്സസ് അതിൻ്റെ കൂടെ തന്നെ പറയും, നിങ്ങളോട് പറഞ്ഞു തരും ഏതൊക്കെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ കറൻ്റ് എന്നുള്ളത് പൊട്ടൻഷ്യൽ നിൽക്കുന്ന QS കോഴ്സ് തന്നെയാണ്. ആ QS കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ MEP ഡിസൈൻ ഫോർ മെക്കാനിക്കൽ ഉണ്ട്, MEP ഡിസൈൻ ഫോർ ഇലക്ട്രിക്കൽ ഉണ്ട്. അതല്ലാതെ ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ, ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടും ചോദിക്കുക. ഇതാണ് നമ്മുടെ ഇത്രയും വരെയുള്ള, അതായത് 220 വരെയുള്ളതാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 230 ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലേസ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയും പേര് ഈ ജോലിയിൽ എത്തിപ്പെടാനുള്ള കാരണം ഈ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് കഴിഞ്ഞതും അതുപോലെ തന്നെ അവിടെ കിട്ടിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെ CV പ്രിപ്പയർ ചെയ്യണം, അതുപോലെ HR ഇൻ്റർവ്യൂ സെഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കണം, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. വെറും ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ജോബിലേക്ക് എത്തണം എന്നുള്ള കാര്യം കൂടി അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ, BTech ഫ്രഷർ ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് എഴുതുക. അതായത് സിവിലാണെങ്കിൽ സിവിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സിനാണ് താല്പര്യമുള്ള കാര്യങ്ങൾ പറയാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മുടെ അക്കാദമിക് കൗൺസിൽ പറയും. ഓക്കെ, താങ്ക് യു.